ഞാനിവിടെ വെച്ചാണ് എൻ്റെ ലാസ്റ്റ് പോർഷൻ. ഇതാണ്ട ഈ ചെടിയുടെ ഇവിടെ ആണ് ഇതിൽ നിന്നുള്ള പാടിയിരിക്കുന്നത്. ഈ പാടിയിരിക്കുന്ന ഈ ഒരു ചെടി അർത്തുങ്കപ്പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ നിന്ന് പാടിയതുമായിട്ട് സിങ്ക് ചെയ്താണ് എൻ്റെ ലാസ്റ്റ് ആ പാട്ടിലേക്ക് ഞാൻ ലയിപ്പിച്ചിരിക്കുന്നത്. അത് ആദ്യം ഇടയ്ക്ക് മാത്രമേ ഞാൻ എൻ്റെ ഈ വീട്ടിനകത്തിരുന്ന് പാടുന്നതായിട്ട് കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അർത്തുങ്കൽ പള്ളിയുടെ സിറ്റുവേഷനാണ്. അതിനുശേഷം ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു പാട്ടിൽ നിന്ന് പാടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, ലൈഫ് ടോൺ ത്രൂ ദ വ്ലോഗ് ചാനലിൽ കയറി ആ പാട്ടുകളൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ലൈഫ് ടോൺ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു തെങ്ങാണ്. അപ്പോൾ ഈ തെങ്ങ് ഇന്ന് വെട്ടിക്കളയുക. കാരണം ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറായിട്ടാണ്. ഇപ്പോൾ നിൽക്കുന്നത് വളരെ അപകടകരമായ ഒരു രീതിയിലാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ പരിസരത്തുള്ള മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു ഈ മഴക്കാലത്ത്. താഴെയൊക്കെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അവിടുന്ന് ആ ഭാഗത്തു നിന്നാണ് കാറ്റ്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത്. കൂട്ടത്തിൽ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അത് ഇച്ചിരി വലിയ കായ്ഫലമൊന്നും ഇല്ലാത്തൊരു കൊടിയും കയറി നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ഹൈറ്റിൽ വളർന്നത്. ഇതൊരു 20 വർഷം മുമ്പ് അനിയൻ സോജൻ കൊണ്ടുവന്ന് പപ്പായും കൂടെ കൂടി കുഴിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ അതിത്രയായി, നല്ല ഹൈറ്റിലെത്തി. അപ്പോൾ ഇത് ഇനിയിപ്പോൾ അത് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. കാരണം ഇതിൻ്റെ വഴിയുടെ തൊട്ട് സൈഡിലാണ് എൻ്റെ താഴെ തന്നെ വീടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇത് കറുകച്ചാലിൽ നമ്മുടെ SJ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന്, അതായത് കോട്ടയത്തിൽ നിന്ന് പുതുപ്പള്ളി വന്ന് പുതുപ്പള്ളിയിൽ നിന്ന് തോട്ടയ്ക്കാട് കറുകച്ചാൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ SJ ഹോസ്പിറ്റലുണ്ട്, കണ്ണാശുപത്രി. ആ കണ്ണാശുപത്രിയുടെ അവിടെ നിന്ന് തിരിഞ്ഞ് വരുന്ന വഴിയാണിത്. അവിടെ നിന്ന് ഒരു 8 മിനിറ്റ് ദൂരമായി വരുന്ന വഴി. ഈ വഴി ഇങ്ങനെ വരുന്നത് നമ്മുടെ പറമ്പിനോട് ചേർന്നാണ് ഈ വഴി. ഇത് നമ്മൾ കൊടുത്ത വഴി തന്നെയാണ് പഞ്ചായത്തിന്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കാര്യമുണ്ട്, നമുക്ക് കാര്യമുണ്ട്. നമ്മുടെ വഴി ഇതിലൂടെ ഒരു വഴി വന്നല്ലോ, അത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ പറമ്പിനോട് ചേർന്ന് തന്നെയാണ് ആ വഴി. ഇങ്ങനെ വന്നിട്ട് ഇത് നെടുങ്കുന്നത്തിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ വരുന്നത്. അപ്പോൾ ആ നെടുങ്കുന്നത്തിൽ നിന്ന് വരുന്ന വഴി കണ്ടോ, ഇതിലെ താഴോട്ട് കയറി വരും. അപ്പോൾ ഈ വഴി നമ്മുടെ മുറ്റത്തോട്ടാണ് ഈ കയറി വരുന്നത്, അവിടെ നിന്ന് വരുന്ന വഴി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടതാണ്, അത് അവർക്ക് ഒട്ടിച്ചിട്ടിട്ട് പോയി. ഞങ്ങൾ പിന്നെ അത് കോൺക്രീറ്റ് ചെയ്താണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും വഴിയോട് സൈഡ് ചേർന്ന് വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഈ തെങ്ങ്. അപ്പോൾ ആ തെങ്ങ് നമുക്ക് ഇന്ന് വെട്ടിക്കളയണം. അവർ വന്ന് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2-3 മണിക്കൂർ നേരം നമ്മുടെ ഈ ലൈൻ ഇവിടെയുണ്ട്, പോസ്റ്റ് ലൈൻ, ഇലക്ട്രിക് പോസ്റ്റുണ്ട്, അതൊന്ന് ഓഫ് ചെയ്യണം. 2 മണിക്കൂർ നേരം മതി എന്നാണ് പറഞ്ഞു. ഓഫ് ചെയ്തിട്ട് ഈ തെങ്ങിൻ്റെ ഇലയും എല്ലാം നല്ല കായ്ഫലം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കായായി കഴിഞ്ഞ് പിരിക്കാറാകുമ്പോഴത്തേനും ഇതിൻ്റെ കായങ്ങ് പൊട്ടായിപ്പോവും, പ്രയോജനമില്ല. അതാണ് സംഭവിക്കുന്നത്. തെങ്ങ് വലിയ ആർഭാടമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കായലേക്ക് വരുമ്പോഴത്തേനും കായ അങ്ങ് കോഞ്ഞാട്ടയായി പോകും. അതങ്ങനെയാണല്ലോ നമ്മുടെ പറമ്പിൽ ഏറ്റവും നന്നായിട്ട് വരുന്ന തെങ്ങയിലാണ് ഈ ചെമ്പൻചെല്ലിയും അതുപോലെ കീടങ്ങളൊക്കെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, നമ്മുടെ നല്ലൊരു തെങ്ങാണ് ഇപ്പോൾ പോകുന്നത്. പിടിച്ച് കെട്ടാനും പറ്റത്തില്ല. കാരണം ഇത് കമ്പിയിട്ട് പിടിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കയ്യാലമാടിൻ്റെ സൈഡിലേക്ക് അതിനെ പിടിച്ച് കെട്ടാൻ പറ്റുള്ളൂ. പക്ഷേ അത് എപ്പോഴും ഫലപ്രദമായൊന്നും വരത്തില്ല. കാരണം അതിൻ്റെ ലേബർ ചാർജ് നോക്കുമ്പോൾ ഈ കമ്പി മേടിക്കണം, പിന്നെ പിടിച്ച് കെട്ടാൻ 2-3 ആൾക്കാരെ അത് വേണം. അവരുടെ ചിലവും വെച്ച് നോക്കുമ്പോൾ നമ്മളിന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. കാരണം അതും ഇതും ചിലവ് തമ്മിൽ ഈക്വല എന്ന് അവർ പറഞ്ഞു. ഏകദേശം 4000 രൂപയോളം വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഇത് കട്ട് ചെയ്യാനുള്ള നല്ല പരിചയസമ്പന്നമായിട്ടുള്ള ഒരാളെ വേണം വിളിക്കാനും. പുള്ളി അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ വളരെ ഭംഗിയോടെ നിന്നിരുന്ന നമ്മുടെ തെങ്ങ് ഇപ്പോൾ ഇവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതൊരു വലിയ സങ്കടമാണ്. ഒപ്പം വലിയൊരു അപകടം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷൻ. ഇത്രയും തൊട്ടടുത്താണ് തെങ്ങ് നിൽക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് വാഴയൊക്കെ കൊണ്ട് കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളയാതെ അവർ വെട്ടിത്തരാമെന്നാണ് പറഞ്ഞത്. അതെല്ലാം പിടിച്ചായിരുന്നു. 10 വാഴ നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.